സാംസ്കാരിക കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. രണ്ട് പെൺകുട്ടികൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ കുണ്ടിയിൽ മെഹന്തി ഇടണം എന്ന് അവരോട് പറയുന്നു. ഈ പെൺകുട്ടികളുടെ ആവശ്യം ഒരു തെറ്റൊന്നുമല്ല. അപ്പോൾ കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്നതോ അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്നതോ മെഹന്തി ഇടുന്നതോ ഒന്നും ഒരു കുറ്റമുള്ള കാര്യമൊന്നുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യോനിയിൽ ടാറ്റു ഇടുന്നതൊക്കെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തത്, ഇവർക്കിപ്പോൾ കുണ്ടിയിൽ ടാറ്റു ഇടണമെങ്കിൽ അതിലിപ്പോൾ ഒരു കുറ്റമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഇവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് ഇവരുടെ കുണ്ടിയിൽ ടാറ്റു ഇടണമെന്ന് പറഞ്ഞിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ അത് വൈറലാക്കിച്ച് അവർ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര, അപ്പൊ കാലിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കേരളത്തിൽ ഒരുപാട് തരം ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. മുടിവെട്ടി ജീവിക്കുന്നവരുണ്ട്, മെഹന്തിയിട്ട് ജീവിക്കുന്നവരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, സലൂണുകൾ നടത്തി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഇവർ മെഹന്തിയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. അവരെയാണ് വിളിച്ചിട്ട് ഇവരുടെ കുണ്ടിയിൽ മെഹന്തി ഇടുമോ എന്ന് ചോദിച്ച് അവരെ അധിക്ഷേപിച്ചത്. ഈ അധിക്ഷേപിക്കൽ എന്ന് പറയുന്നത് ഒരു തൊഴിൽ അധിക്ഷേപമാണ്. കാരണം എന്ത് ജോലി ചെയ്തും ജീവിക്കുക എന്നുള്ളതാണ്. മാന്യമായ ഏത് തൊഴിലെടുത്തും ജീവിക്കുന്നതിന് കേരളത്തിൽ ഒരു തടസ്സവും ഇല്ല. പക്ഷെ ഇവർ ചെയ്തത്, ഇവരിങ്ങനെ പറഞ്ഞ്, ഇവരങ്ങനെ ചോദിച്ചതാ പോട്ടെ, സോഷ്യൽ മീഡിയയിലിട്ട് അവർ വൈറലായി. ഇന്ന് മനുഷ്യർ ചെയ്യുന്നത് വൈറലാവാൻ വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. കേരളത്തിലെ ജനങ്ങളിപ്പോൾ ട്രെയിനിൻ്റെ അടിയിൽ ചാടി വീഡിയോ എടുക്കുക, ആറ്റിൽ ചാടി വീഡിയോ എടുക്കുക, മരങ്ങളുടെ മണ്ടയിൽ കയറിയിട്ട് താഴോട്ട് ചാടി വീഡിയോ എടുക്കുക, എങ്ങനെയും വൈറലാവണം. വൈറലാവാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് വളരെ മര്യാദ കെട്ട ഒരു പ്രവൃത്തിയാണ്. ഇതുപോലുള്ള പ്രവൃത്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. മറ്റൊരാളുടെ ജീവിത മാർഗത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണോ നമ്മൾ വൈറലാവേണ്ടത്? നമുക്ക് കുണ്ടിയിൽ മൈലാഞ്ചി ഇടണമെങ്കിൽ അത് മൈലാഞ്ചി ഇടുന്ന സ്ഥലത്ത് ചെല്ലുക, പോവുക, മൈലാഞ്ചി ഇടുക, പോരുക. അതിന് ഇത്തരം പ്രവൃത്തികൾ ചെയ്യണോ? മറ്റുള്ളവരെ അപമാനിച്ചാണോ മൈലാഞ്ചി ഇടുന്നത്? എന്നിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിച്ച് അട്ടഹാസിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ എന്തോ ചെയ്ത ഒരു വലിയ മഹത്തായ കാര്യം ചെയ്തിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് ഇവർ രണ്ടുപേരുടെയും ചിരി കാണാം. അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ടാറ്റുവോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ അവരെങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ വിളിച്ച് അധിക്ഷേപിച്ചിട്ട് അതവർ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ലായിരുന്നു. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് വീഡിയോ വൈറലായി കഴിയുമ്പോൾ, ഇവരെ കുറേ പേര് അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, ഇതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ അവരെ വിളിച്ച്, അയ്യോ ചേച്ചി ഞങ്ങൾ അറിഞ്ഞില്ല, അറിയാതെ ചെയ്തതാണ്, ഒരു തമാശയ്ക്ക് ചെയ്തതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് രണ്ട് സോറി പറഞ്ഞ് ഒഴിവാകുക. ഈ രീതി ഒരു നല്ല രീതിയാണെന്ന് തോന്നുന്നില്ല. ഇതെന്തായാലും ഇതുപോലുള്ള വൈറൽ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു നമ്മുടെ സംസ്കാര കേരളത്തിന് നല്ലതല്ല. ഇത് തുടർന്ന് അനുവദിക്കാൻ പാടുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരെ അപമാനിക്കുന്ന ഈ രീതി തൊഴിൽ അധിക്ഷേപമാണ്. ഇത് തുടരാൻ പാടില്ല.